നമസ്കാരം. ആസ്ട്രോ ലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് മകരക്കൂറിൽ വരുന്ന സാക്ഷാൽ ശ്രവണകുമാരന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹമുള്ള തിരുവോണം നക്ഷത്രത്തിന്റെ 2026 വിശേഷങ്ങളാണ്. ശ്രവണം അഥവാ കേൾവി എന്നർത്ഥമുള്ള ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ജന്മനാടിനും കുടുംബത്തിനും വേണ്ടി ചിലവഴിക്കേണ്ട വർഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഐശ്വര്യപൂർണമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ചന്ദ്രനാണ് നക്ഷത്രാധിപൻ, ദേവത മഹാവിഷ്ണുവുമാണ്. അതുകൊണ്ട് തന്നെ ശാന്ത സ്വഭാവവും അറിവിനോടുള്ള താല്പര്യവും ഇവർക്ക് കൂടുതലായിരിക്കും. 3 കാൽപ്പാടുകളാണ് അടയാളം. ഇത് വാമനമൂർത്തിയെയും വളർച്ചയെയും സൂചിപ്പിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയും നല്ല കേൾവിക്കാരായിരിക്കാനുള്ള കഴിവും തിരുവോണക്കാരുടെ പ്രത്യേകതയാണ്. ശ്രവണം എന്നാൽ കേൾക്കുക എന്നാണ്. ജ്ഞാനം കേട്ടു പഠിക്കുന്നവരും അറിവ് സമ്പാദിക്കാൻ താല്പര്യമുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ. നക്ഷത്രാധിപനായ ചന്ദ്രൻ മനസ്സിന്റെ കാരകനായതിനാൽ ഇവർ വളരെ മൃദുവായ സ്വഭാവമുള്ളവരും കരുണയുള്ളവരുമായിരിക്കും. മഹാവിഷ്ണുവിന്റെ നക്ഷത്രമായതിനാൽ ഇവർക്ക് ജീവിതത്തിൽ തടസ്സങ്ങളെ അതിജീവിക്കാനുള്ള പ്രത്യേക കഴിവുണ്ടാകും. ഇവർ നല്ല വിദ്യാഭ്യാസം നേടുന്നവരും എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിരിക്കും. വളരെ ശാന്തമായി സംസാരിക്കുന്നവരും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ളവരുമാണ്. മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും ഇവർ മുൻപന്തിയിലുണ്ടാകും. കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാനും അത് നടപ്പിലാക്കാനും ഇവർക്ക് പ്രത്യേക മിടുക്കുണ്ട്. വിനിമയരംഗം, അധ്യാപനം, കല, സംഗീതം, ബാങ്കിംഗ് എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും. കഠിനാധ്വാനത്തിലൂടെ സമ്പത്ത് സ്വരൂപിക്കുന്നവരാണ്. സാധാരണയായി 30 വയസ്സിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉയർച്ചകൾ ഉണ്ടാകാറുണ്ട്. ദോഷവശങ്ങൾ: മറ്റുള്ളവർ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്നത് ഇവർക്ക് ചിലപ്പോൾ ചതികൾ സംഭവിക്കാൻ കാരണമാകും. അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അഹങ്കാരമായി മറ്റുള്ളവർക്ക് തോന്നിയേക്കാം. തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 തടസ്സങ്ങൾ നീങ്ങാനും ചന്ദ്രന്റെയും മഹാവിഷ്ണുവിന്റെയും പൂർണ്ണ അനുഗ്രഹം ലഭിക്കാനുമുള്ള പരിഹാരങ്ങൾ താഴെ വിശദമായി നൽകുന്നു. വിഷ്ണു ഭജനം ഐശ്വര്യത്തിന്. തിരുവോണം നക്ഷത്രത്തിന്റെ ദേവത മഹാവിഷ്ണുവാണ്. അതിനാൽ ഈ പരിഹാരത്തിനാണ് ഏറ്റവും പ്രാധാന്യം. വിഷ്ണു സഹസ്രനാമം. എല്ലാ വ്യാഴാഴ്ചകളിലും അല്ലെങ്കിൽ നക്ഷത്രം വരുന്ന ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. പാൽപായസ വഴിപാട്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പാൽപായസം വഴിപാടായി സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. വാമനമൂർത്തി പ്രീതി. തിരുവോണം വാമനന്റെ നക്ഷത്രമായതിനാൽ വാമനമൂർത്തിയെ ധ്യാനിക്കുന്നത് ഭൂമി സംബന്ധമായ തർക്കങ്ങൾ മാറാൻ ഉത്തമമാണ്. ചന്ദ്രപ്രീതി, മനസമാധാനത്തിന്. തിരുവോണത്തിന്റെ നക്ഷത്രാധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനായതുകൊണ്ട് മാനസികമായ ഉന്മേഷത്തിന് താഴെ പറയുന്നവ ചെയ്യാം. തിങ്കളാഴ്ച വ്രതം. തിങ്കളാഴ്ചകളിൽ ഭാഗികമായി വ്രതം അനുഷ്ഠിക്കുന്നതും വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതും ചന്ദ്രദോഷം കുറയ്ക്കും. തിങ്കളാഴ്ച ക്ഷേത്ര ദർശനം. തിങ്കളാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തി പുഷ്പാഞ്ജലി കഴിക്കുന്നത് ഉത്തമമാണ്. പാലഭിഷേകം. ശിവന് തിങ്കളാഴ്ചകളിൽ പാലഭിഷേകം നടത്തുന്നത് ചന്ദ്രപ്രീതിക്ക് ഏറ്റവും നല്ല മാർഗമാണ്. നക്ഷത്രവൃക്ഷം എരുക്ക്. തിരുവോണത്തിന്റെ നക്ഷത്രവൃക്ഷം എരുക്കാണ്. വീട്ടുമുറ്റത്തോ പരിസരത്തോ എരുക്ക് നട്ടുപിടിപ്പിക്കുന്നതും അതിനെ സംരക്ഷിക്കുന്നതും നല്ലതാണ്. എരുക്കിൻ പൂവുകൊണ്ട് ശിവന് മാല സമർപ്പിക്കുന്നത് വിശേഷമാണ്. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് തിരുവോണം നക്ഷത്രക്കാർക്ക് വലിയ പുണ്യം നൽകും. പ്രത്യേകിച്ചും ഓണം പോലുള്ള ആഘോഷവേളകളിലും നക്ഷത്ര ദിവസങ്ങളിലും ഇത് ചെയ്യുന്നത് ഗുണകരമാണ്. തിരുവോണം നക്ഷത്രക്കാർ ഈ വർഷം വിഷ്ണു സഹസ്രനാമം ശീലമാക്കുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഒപ്പം തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം കൂടി നടത്തിയാൽ ചന്ദ്രന്റെ അനുഗ്രഹം വഴി മാനസികമായ സമാധാനവും സന്തോഷവും നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ തിരുവോണം നക്ഷത്രക്കാർക്ക് 2026 എന്നത് മഹാവിഷ്ണുവിന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നിറയുന്ന ഒരു വർഷമാണ്. പ്രതിസന്ധികളിൽ തളരാതെ ഈ പറഞ്ഞ വിഷ്ണുപ്രീതി പരിഹാരങ്ങൾ കൂടി ശീലമാക്കിയാൽ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങളുമായി എത്രത്തോളം ചേർന്നു പോകുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾക്കായി ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയിൽ ചൊവ്വയുടെ സ്വാധീനമുള്ള ധനലക്ഷ്മി കടാക്ഷമുള്ള അവിട്ടം നക്ഷത്രത്തിന് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.